വി.ഡി. സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഏകദേശം ധാരണയായിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്ന് ഏറ്റെടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകും. ടി സിദ്ദിഖിന് കൃഷി വകുപ്പ് നൽകും. പി.സി. വിഷ്ണുനാഥിന് സഹകരണവും സാംസ്കാരികവും ലഭിക്കും. അനൂപ് ജേക്കബ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്യും. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, നേരത്തെ തന്നെ മുമ്പത്തെ LDF സർക്കാരുകളുടെ രീതിയിൽ തന്നെ വിദ്യാഭ്യാസത്തെ രണ്ട് വകുപ്പുകളായി വിഭജിച്ച് തുടർന്നു പോകും. മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ ലീഗിൽ നിന്ന് ഏറ്റെടുക്കും എന്ന സൂചനകളുണ്ടായിരുന്നു. അത് അതുപോലെ നടപ്പിലാകുന്നു. പക്ഷേ ആദ്യം കേട്ട പേര് പി.സി. വിഷ്ണുനാഥിന്റെ ആയിരുന്നു. അവിടേക്ക് റോജി എം ജോൺ വരുന്നു. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച വിവരം? ഗോകുല, ഇന്നൊരൊറ്റ ദിവസം, അതായത് വിജ്ഞാപനം ഇറങ്ങുന്ന ദിവസം, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ വകുപ്പുകളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി ക്യാബിനറ്റ് സംബന്ധിച്ച വിജ്ഞാപനം ഇറങ്ങും. അതിലായിരിക്കും ഏതൊക്കെ ആൾക്കാർക്ക് ഏതൊക്കെ വകുപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. പക്ഷേ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് ഷിബു ബേബി ജോണിന് വനം വകുപ്പ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ടി സിദ്ദീഖിന്, അതായത് നേരത്തെ വനം വകുപ്പ് നിശ്ചയിച്ചിരുന്ന ടി സിദ്ദീഖിന് കൃഷി വകുപ്പ് കൊടുക്കാൻ ധാരണയായിട്ടുണ്ട്. അതേപോലെ തന്നെ റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസമാണ്. നേരത്തെ ഘടകകക്ഷികളുടെ കയ്യിലിരുന്ന ആ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം റോജി എം ജോണിനായിരിക്കും. ഈ ഫിഷറീസ് വകുപ്പ് അത് യുവജനക്ഷേമത്തിനൊപ്പം OJ ജനീഷിന് നൽകാൻ തീരുമാനമായിട്ടുണ്ട്. KA തുളസി പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയാകും. കൂടാതെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ചുമതല അനൂപ് ജേക്കബിനായിരിക്കും. കൂടാതെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെയായിരിക്കും നിയമവകുപ്പും ഉണ്ടാവുക എന്ന്. നേരത്തെ സണ്ണി ജോസഫിന് റവന്യൂ നിയമം എന്ന രീതിയിൽ കൊടുക്കുമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ അത് വി.ഡി. സതീശന് നിയമവകുപ്പ് കൂടി ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ നിയമവകുപ്പ് കൂടി തീരുമാനിച്ചപ്പോൾ ധാരണയായിരിക്കുന്നു. ഏതായാലും ഇത് സംബന്ധിച്ച വിജ്ഞാപനം അതിന്റെ രാത്രിയോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഗോകുൽ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഏതാണ്ട് ചില പേരുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് OJ ജനീഷിനായിരിക്കും ലഭിക്കുക എന്ന വിവരം കൂടിയാണ് ഷഫീദ് പങ്കുവച്ചത്. ഒപ്പം അനൂപ് ജേക്കബിന് മുമ്പും കേരള കോൺഗ്രസ് ജേക്കബ് കൈകാര്യം ചെയ്ത, അല്ലെങ്കിൽ അനൂപ് ജേക്കബ് തന്നെ കൈകാര്യം ചെയ്ത ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് തന്നെ ഇത്തവണയും ലഭിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.